നിങ്ങളൊക്കെ ഹോട്ടലിന്റെ ലുക്ക് കണ്ടാണോ ഭക്ഷണം കഴിക്കാൻ കയറാറ്, അതോ അവിടുത്തെ ഭക്ഷണത്തെക്കുറിച്ച് കേട്ടറിഞ്ഞാണോ? രണ്ട് രീതിയിലും കയറുന്നവരുണ്ടാകും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഹോട്ടലിന്റെ ലുക്കിനേക്കാൾ ഭക്ഷണത്തിന്റെ രുചി തന്നെയാണ് പ്രധാനം. പത്തനംതിട്ട റാന്നി മക്കപ്പുഴയിലെ ഒരു ചെറിയ കടയിൽ തിരക്കോട് തിരക്കാണ്. എന്താണെന്ന് ഞങ്ങളും പോയി തിരക്കിയപ്പോൾ അവിടെ മീനും ബീഫും കൂട്ടിയുള്ള ഉച്ചയൂണാണ് അവിടുത്തെ ഹൈലൈറ്റ്. 32 വർഷമായി യശോധരനും ഭാര്യ അമ്പിളിയും നടത്തുന്ന ഈ കടയ്ക്ക് മറ്റു ചില പ്രത്യേകതകളുമുണ്ട്. കണ്ടിട്ട് വരും. മീൻ വറുത്തത്, മീൻ കറി, ബീഫ് വറുത്തത് എല്ലാം ഈ വിറകടുപ്പിലാണ് പാചകം. ഹോട്ടലിൽ ആകെ 3 ടേബിൾ മാത്രം. ആളുകൾ കാത്തുനിന്ന് ഇവിടുത്തെ ഉച്ചയൂണ് കഴിക്കും. അമ്പിളിയുടെ വകയാണ് പാചകം. വിളമ്പൽ ഭർത്താവ് യശോധരനും. ബീഫ് കറി ഒരു രക്ഷയുമില്ല എന്ന് കഴിച്ചവർ പറയുന്നു. ആക്ച്വലി ഈ ഇവിടെ വരുന്നത് ഇവിടുത്തെ ബീഫിന്റെ ടേസ്റ്റ് കൊണ്ട് മാത്രമാണ്. ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും ഇവിടെ നിന്ന് കഴിച്ചിട്ടേ പോകത്തുള്ളൂ. ആംബിയൻസ് അല്ല ഇവിടുത്തെ മാറ്റർ, ഫുഡ് മാത്രമാണ് ഇവിടുത്തെ മാറ്റർ. അത്ര ബെസ്റ്റ് ഫുഡ്. മോത, അയില, മത്തി, കിളി മീനുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. വിറകടുപ്പിലായതിനാൽ 1.25 മണിക്കൂർ എടുക്കും ബീഫ് വേവാൻ. രുചിയുടെ രഹസ്യം എന്തെന്ന് ചോദിച്ചപ്പോൾ അമ്പിളിയുടെ മറുപടി ഇങ്ങനെ: രഹസ്യമൊന്നുമില്ല, ഇങ്ങനെ തന്നെ ഇവിടെ വെക്കുന്നതിന്റെ ഇത് കൊണ്ടായിരിക്കും. ഇത്രയും ഈ 33 വർഷമായി ഇതുവരെ ആരും ഒരു അല്ലാതൊരു അഭിപ്രായം പറഞ്ഞ് കേട്ടിട്ടില്ല. പാചകം മിക്കവാറും ഞാൻ തന്നെയാ. ദൂരെയുള്ളവരാണെങ്കിലും ഭക്ഷണത്തിന്റെ രുചി ഓർത്താണ് ഇവിടെ തന്നെ കയറുന്നതെന്ന് ഉച്ചയൂണ് കഴിക്കാനെത്തിയവർ പറഞ്ഞു. കുഴപ്പമില്ല, നല്ല ഹോംലി ഫുഡാണ്. വീട്ടിൽ കഴിക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് ഇവിടെ ഭക്ഷണം. അതുകൊണ്ടല്ലേ നമ്മൾ ഇത്രയും ദൂരെ നിന്ന് വന്നിട്ട് പോലും ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്. ഞങ്ങളിപ്പോൾ വേറെ എറണാകുളം പോകുന്ന വഴിയാണ്. ഉള്ള സൗകര്യത്തിൽ എല്ലാവർക്കും രുചികരമായ ഭക്ഷണം, ആ ഒരു സംതൃപ്തി മാത്രം തങ്ങൾക്ക് മതിയെന്നാണ് യശോധരനും അമ്പിളിയും പറയുന്നത്. ഭക്ഷണം ഞങ്ങൾ നേരത്തെ ഉണ്ടാക്കുന്നു, പിന്നെ വിറകടുപ്പിലുണ്ടാക്കുന്നു. മായങ്ങളൊന്നും ചേർക്കുന്നില്ല, നാടൻ രീതി തന്നെ. നല്ല ഭക്ഷണം തന്നെ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.